നമ്മുടെ പത്തനംതിട്ട മല്ലപ്പള്ളി സെൻട്രൽ ഐറ്റിഐയിലെ ഒരു വണ്ടിയുടെ വർക്കിംഗ് മോഡലാണ് കേട്ടോ ഈ കാണിച്ചേക്കുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് സാറ് പറഞ്ഞു തരും കേട്ടോ. നമ്മുടെ ഒരു വർക്കിംഗ് മോഡല് ഇഞ്ചിന്റെ വർക്കിംഗ് എങ്ങനെയാണ്, ഇഞ്ചിന്റെ ഉള്ളിൽ നടക്കുന്ന വർക്കിംഗ് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഈ സൈഡ് വഴി കാണുന്നത്. പിസ്റ്റന്റെ വർക്കിംഗ് സൈഡ് വഴി കാണാൻ പറ്റും. നമുക്ക് പിസ്റ്റൺ എങ്ങനെ വർക്ക് ചെയ്യുന്നു, മൂവ് ചെയ്യുന്നു, ഇത് നമുക്ക് ഓരോ പിസ്റ്റന്റെ വർക്കിംഗ് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് വാൽവുകൾ എങ്ങനെ ഓപ്പറേറ്റ് ആവുന്നു, ടാപ്പറ്റ് എങ്ങനെ ഓപ്പറേറ്റ് ആവുന്നു, എങ്ങനെ മൂവ് ചെയ്യുന്നു എന്നറിയാൻ പറ്റുന്നു. നമുക്കിവിടെ ഫാൻ വർക്ക് ചെയ്യുന്നത്, വാട്ടർ പമ്പ് വർക്ക് ചെയ്യുന്നത്, ഇതെല്ലാം നമുക്കിവിടെ വർക്കിംഗ് മോഡലിൻ്റെ അകത്ത് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുട്ടികളെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവർക്ക് കണ്ട് പഠിക്കാനുള്ള ഒരു സൗകര്യമാണ് ഉള്ളത്. ഇത് വന്നിട്ട് നമ്മുടെ ക്ലച്ച് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ക്ലച്ച് ചവിട്ടുമ്പോൾ എന്താണ് അത് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് ക്ലച്ചിൻ്റെ കാണാൻ പറ്റും. ഇതിനകത്ത് നമുക്ക് ക്ലച്ച് ഡിസെൻഗേജ് ആവുന്നു, അകത്ത് ഇങ്ങോട്ടുള്ള ഗിയറിൻ്റെ വർക്കിംഗ് സ്റ്റോപ്പ് ആവുന്നു. ഇതാണ് നമുക്ക് ഡിസെൻഗേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്ലച്ചിൽ നിന്ന് കാലെടുക്കുന്ന അനുസരിച്ചിട്ട് നമുക്ക് ക്ലച്ച് ഗിയർ വർക്ക് ചെയ്യാവുന്നതാണ്. പവർ പുറകിലേക്ക് ഫ്ലോ ആവുന്നു. അപ്പോൾ എഗൈൻ ഞാൻ കാണിക്കാം. നമ്മൾ പ്രസ് ചെയ്യുമ്പം ഇഞ്ചിൻ്റെ പവർ സ്റ്റോപ്പായി ഗിയർ ബോക്സിൻ്റെ അകത്തേക്ക്. ക്ലച്ച് എൻഗേജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പവർ ബാക്കിലേക്ക് പോരുന്നു. അപ്പോൾ നമുക്ക് ഇഞ്ചിൻ്റെ പവർ പുറകിലേക്ക് ഫ്ലോ ആവുന്നില്ല, ന്യൂട്രൽ പൊസിഷനിൽ ആയതുകൊണ്ടിട്ട് പവർ ഫ്ലോ ആവുന്നില്ല. നമുക്ക് ക്ലച്ച് ചവിട്ടിക്കൊണ്ടിട്ട് ഇഞ്ചിൻ്റെ പവർ ഫ്ലോ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഇഞ്ചിൻ്റെ പവർ റിയർ വീലിൻ്റെ അകത്തേക്ക് ഫ്ലോ ആവുന്നു. ഇതാണ് നമുക്കൊരു ഇഞ്ചിൻ്റെ വർക്കിംഗ് നടക്കുന്ന, വാഹനത്തിൻ്റെ വർക്കിംഗ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഡിഫറൻഷ്യലകത്ത് വർക്ക് ചെയ്യുന്നു. ആ പവർ വീലുകൾക്കകത്ത് വരെ എങ്ങനെ എത്തുന്നു ഇത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇത് നമുക്ക് ഇതിൻ്റെ ബ്രേക്ക് സിസ്റ്റത്തിൻ്റെ ഉണ്ട്, കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് കണ്ട് പഠിക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ ഒരു വർക്കിംഗ് മോഡലിൻ്റെ മെത്തേഡ്. അത് നമുക്ക് സ്റ്റിയറിംഗ് വർക്ക് ചെയ്യുന്നതിൻ്റെ ഉണ്ട്, നമുക്ക് മൂവ് ചെയ്യുന്നുണ്ട്, സ്റ്റിയറിംഗ് വീല് മൂവ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് ഓയിൽ പമ്പ് വർക്ക് ചെയ്യുന്നത് കാണാൻ പറ്റും, ടൈമിംഗ് ചെയിൻ വർക്ക് ചെയ്യുന്നത് കാണാൻ പറ്റും. അതുപോലെ നമുക്ക് ഓൾട്ടർനേറ്ററിൻ്റെ വർക്കിംഗ് അറിയാൻ പറ്റും. ഡയഫ്രം, മെക്കാനിക്കൽ ഫ്യൂൽ പമ്പിൻ്റെ ഡയഫ്രം വർക്ക് ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ സ്റ്റിയറിംഗ് തിരിക്കുന്ന സമയത്ത് സ്റ്റിയറിംഗ് ഗിയർ ബോക്സിൻ്റെ വർക്കിംഗ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത് ആണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഇത് മോഡലിലാണ് നമ്മൾ പഠിപ്പിക്കുന്നത്, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ കണ്ട് വിഷ്വലായിട്ട് കണ്ടുകൊണ്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. വാൽവുകൾ ക്ലിയർ ആയിട്ട് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുന്ന, അല്ലെങ്കിൽ ഓപ്പണിംഗ് ക്ലോസിങ് ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വർക്കിംഗ് മോഡലായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം നമുക്ക് വർക്കിംഗ് മെത്തേഡിൽ കാണിക്കാൻ പറ്റുന്നതാണ്. നമുക്ക് റേഡിയേറ്ററിൻ്റെ കോർ എന്ന് പറയുന്നത് നമുക്ക് ഈ താഴേക്ക് കാണുന്ന ട്യൂബുകൾ, ഇത് ത്രൂ ആയിട്ട് താഴത്തെ ലോവർ ടാങ്ക് വരെ വരുന്നുണ്ട്. ഇടയ്ക്ക് നമുക്ക് എയറിനെ പാസ് ചെയ്യാൻ വേണ്ടി ഫിങ്സ് കൊടുത്തിരിക്കുന്നതാണ് ഈ കൊടുക്കുന്നത്. ഇതിൻ്റെ അകത്തോട്ട് എയർ കയറിയിട്ടാണ് റേഡിയേറ്റർ അകത്തെ കൂളൻ്റ് കൂളാവുന്നത്, തണുക്കുന്നത്. അപ്പം പുറകിൽ നിന്ന് ഫാന് എയറിനെ വലിച്ചെടുത്ത് ഫിങ്സിൻ്റെ അകത്തോടെ വലിച്ചെടുത്ത് ഇഞ്ചിൻ്റെ അകത്തേക്ക് കൊടുക്കുന്നു. നമ്മുടെ റേഡിയേറ്ററിൻ്റെ വെള്ളം കൂളാവുന്നു. അപ്പർ ടാങ്കിൽ വന്നിരിക്കുന്ന വെള്ളം ഹീറ്റ് വാട്ടറും ലോവർ ടാങ്കിൽ എത്തുമ്പോഴത്തേക്ക് അതിൻ്റെ ടെമ്പറേച്ചർ ഡൗൺ ആയി തണുക്കുന്നു. ഇതാണ് ഇതിൻ്റെ വർക്കിംഗ്.